ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ട്രിപ്പ് ടു മൈ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോ കണ്ടാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. പിന്നെ അപ്പോഴാണ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ടെറസ് ഗാർഡനെ മനോഹരമാക്കാനായിട്ട് ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വാങ്ങി. നല്ല പച്ച നിറത്തിലുള്ള ഗ്രാസ് ഇടുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ചെടികളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഒരു നാച്ചുറൽ ഫീലിംഗ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര ഒരാഗ്രഹമായിരുന്നു വാങ്ങിയിടുക എന്നുള്ളത്. ഞാൻ വാങ്ങിയ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി. പിന്നെ നല്ല ഗ്രാസാണ് വാങ്ങിയിട്ടുള്ളത്. ഇച്ചിരി വില കൂടിയ ഗ്രാസ് തന്നെയാണ്. ഏറ്റവും ടോപ്പ് ക്വാളിറ്റി അല്ല എങ്കിൽ പോലും ഒരു നാച്ചുറൽ ഇഫക്റ്റുള്ള ഒരു ഗ്രാസ് തന്നെയാണ് വാങ്ങിയിരിക്കുന്നത്. ഇടയ്ക്ക് ഒരു ഗ്രേ ഫിനിഷും, അതായത് ഉണങ്ങിയ പുല്ലിൻ്റെ ഒരു ഇഫക്റ്റും കൂടി വരുന്ന ഒരു ഗ്രാസാണ് വാങ്ങിയിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാസാണ്. അതിൻ്റെ ഓരോ ഗ്രാസും നല്ല സ്ട്രെങ്ത്താണ്. നമ്മൾ പിടിച്ച് വലിച്ചാലൊന്നും ഇളകി വരാത്ത ടൈപ്പാണ്. അപ്പോൾ ഇത് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണ് അത് ലേ ഔട്ട് ചെയ്തത്. കാരണം ആളിനെ വിളിച്ച് ചെയ്യിക്കാമെന്നൊക്കെ ആദ്യം വിചാരിച്ചു, എങ്കിലും അതിൻ്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ്. കാരണം ഒരു ദിവസം കൊണ്ടൊന്നും ചെയ്ത് തീരില്ല. പല ദിവസങ്ങളായിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തത്. അപ്പോൾ നമ്മൾ ജോലിക്കാരെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ലോങ് ഡിസ്റ്റൻസിൽ നിന്ന് വരികയും വേണം. മാത്രവുമല്ല പല ദിവസങ്ങളായിട്ട് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിച്ചാലേ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഒരു ടൈം പാസ് എന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു പാഷനും കൂടെയാണല്ലോ. ഓരോ കാര്യങ്ങളും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക, ഒരു സോൾ ഉണ്ടാവുക എന്നൊക്കെ പറയില്ലേ. ഷീറ്റിൻ്റെ അടിഭാഗത്തായിട്ട് ധാരാളം ഹോളുകളുണ്ട്. അപ്പോൾ ഈ ഹോൾ വഴി മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം, അല്ലെങ്കിൽ ചെടി നനയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം എല്ലാം വാർന്നു പോകും. വെള്ളം കെട്ടി നിൽക്കില്ല. നമ്മുടെ ടെറസിൽ ബ്രെഡ്ത്തും ലെങ്ത്തും, അതിൽ അളവ് കുറഞ്ഞത് ബ്രെഡ്ത്തും അളവ് കൂടിയത് ലെങ്ത്തുമായിട്ട് എടുക്കണം. അപ്പോൾ ബ്രെഡ്ത്തിനെ നമ്മൾ അളന്നെടുത്തിട്ടാണ് ഓരോ ഷീറ്റിൽ നിന്നും മുറിച്ചെടുത്തത്. അങ്ങനെ ഓരോ ഷീറ്റായിട്ട് മുറിച്ച് ചുരുട്ടി മുകളിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ലേ ഔട്ട് ചെയ്യാനായിട്ടുള്ള പിന്നെ കൊണ്ടുവന്ന് മുകളിൽ ഇട്ട ശേഷമാണ് ഓരോ സൈഡിലും മെഷർമെൻ്റ് എല്ലാം എടുത്ത് മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്തത്. ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്ത് അളവെടുത്തതും കട്ട് ചെയ്തതും എല്ലാം. എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്കറിയാം, ഗാർഡൻ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ കാർപ്പറ്റ് ഏരിയയിൽ കുറച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി പാടായിരിക്കും. കാരണം ഓരോ സ്റ്റാൻഡിൻ്റെയും കാലൊക്കെ വരുന്നത് കൊണ്ട്, അതിൻ്റെ ലെഗ് വരുന്നത് കൊണ്ട്, കമ്പികൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ മൈന്യൂട്ടായിട്ട് വർക്ക് അല്ലെങ്കിൽ മെഷർമെൻ്റ് എടുത്താൽ മാത്രമേ ഇതുപോലെ ഓരോ ഷീറ്റും നമുക്ക് മെഷർ ചെയ്ത് അവിടെ കട്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഓരോ സ്റ്റാൻഡിൻ്റെയും ലെഗിൻ്റെ സെൻറ്റർ പീസിൽ നിന്നും മറ്റേ ലെഗിൻ്റെ സെൻറ്റർ പീസ് വരെയൊക്കെയുള്ള മെഷർമെൻറ്റൊക്കെ പിടിച്ച് മാർക്ക് ചെയ്ത്, ചോക്കിട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യൂടെക്സ് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അതൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് നല്ലതുപോലെ വരച്ച്, അതായത് മെഷർമെൻറ്റ് മാറാത്ത രീതിയിൽ നല്ല മൈന്യൂട്ടായിട്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഞങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെ വളരെ സ്ലോലിയാണ് ഞങ്ങൾ ചെയ്തത് വർക്ക്. അതായത് ഒരു ദിവസം ഒരു 2 ഷീറ്റ് ഇട്ടു, ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഓരോരോ ഷീറ്റ് വെച്ചാണ് ഇട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ ദിവസം എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഹറിബറി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല, വളരെ സാവകാശത്തിലാണ് ചെയ്തത്. അതുകൊണ്ട് ഇത് ഇട്ടതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അധികം ഞങ്ങൾ അറിഞ്ഞില്ല, വളരെ സാവകാശം ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാനും പറ്റി എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നല്ല മനോഹരമായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ കണ്ടില്ലേ, ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ലുക്കല്ലേ, നല്ല ഗ്രാൻഡ് ലുക്കാണ് അത് ഇടുമ്പോൾ നമുക്ക് കാണുന്നത്. ആദ്യം ടെറസൊക്കെ നല്ല ഭംഗിയായിട്ട് തേച്ച് കഴുകി ക്ലീനാക്കിയ ശേഷമാണ് ഇത് കട്ട് ചെയ്യാനും ഇടാനും ഒക്കെയുള്ള പരിപാടികളെല്ലാം തുടങ്ങിയത്. അപ്പോൾ ആദ്യം കുറച്ച് ദിവസം ക്ലീനിങ്ങൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തൊക്കെ ശേഷം വീണ്ടും ചെടികളുടെ ഇലകളൊക്കെ വീണങ്ങനെ ചവറുകൾ വരും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം വീണ്ടും വന്നത് നല്ല രീതിക്ക്
ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അതിനൊക്കെ കുറച്ച് സമയമെടുത്തു, എക്സ്ട്രാ ടൈമൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. എന്തായിരുന്നാലും എല്ലാം ക്ലിയറാക്കിയാണ് ഓരോ സൈഡിൽ നിന്ന് അത് ചെയ്തു വന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കണ്ടില്ലേ, വളരെ പ്രയാസമാണ്. നമുക്ക് ഇരുന്ന് അങ്ങനെ കൈയൊക്കെ ഇട്ടിട്ടൊക്കെ അടിയിലോട്ട് കയറി ചെയ്യാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ കാലൊക്കെ ഉപയോഗിച്ചും കൂടെയൊക്കെയാണ് അതിനെ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ കൈയും കാലും ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെയാണ് ചെയ്യേണ്ടി വന്നത്. കുറച്ച് ടയേർഡാകുമ്പോൾ ഞങ്ങൾ അന്നത്തെ വർക്ക് അങ്ങ് നിർത്തും, പിന്നെ അടുത്ത ദിവസം മാത്രമേ ചെയ്യുള്ളൂ. അങ്ങനെ കുറേശ്ശെയാണ് ചെയ്ത് തീർത്തത്. കണ്ടില്ലേ, അതായത് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ എല്ലാ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ അറേഞ്ച്മെൻ്റൊന്നും വന്നിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ക്ലീനിങ് ഐറ്റംസ് എല്ലാം അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ ഗ്രാസ് ലേ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് കട്ടിങ്ങിൻ്റെ സ്ഥലം വരുമ്പോൾ ആ ഭാഗത്ത് മെഷർ ചെയ്ത് കട്ട് ചെയ്തിട്ട് ശേഷമാണ് അത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും പോലെ അത്ര സ്പീഡ് നമുക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഷീറ്റായിട്ട് ഇട്ടിട്ട് ഏത് ഭാഗത്ത് കട്ടിങ് വേണം എന്നൊക്കെ ഉള്ളത് മെഷർ ചെയ്യണം. ആ ഭാഗത്ത് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത ശേഷം അവിടെ കട്ട് ചെയ്ത് കൊടുത്ത ശേഷമാണ് അങ്ങോട്ടേക്ക് ഇൻസെർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പിയുടെ ചുറ്റിനുള്ള ഭാഗം മെഷർ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ അത് നല്ല രീതിക്ക് അവിടെ കവർ ചെയ്ത് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പല ഷീറ്റുകൾ എടുത്താൽ മാത്രമേ നമുക്ക് ഇത്രയും ഏരിയയൊക്കെ കവർ ചെയ്ത് നല്ല ഭംഗിയായിട്ട് ലേ ഔട്ട് ചെയ്യാനായിട്ട് പറ്റൂ. അല്ലാതെ ഒരു സിംഗിൾ ഷീറ്റിൽ ഒരിക്കലും നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ പല ഷീറ്റുകളെടുത്ത് അതിൻ്റെ മെഷർമെൻറ്റ് നോക്കി ആ ഭാഗത്ത് എവിടെയൊക്കെ നമുക്ക് കട്ടിങ് വേണ്ടി വരും ആ ഭാഗത്തെല്ലാം മെഷർ ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം മാത്രമേ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ നിങ്ങളും ചെയ്യണമെങ്കിൽ ഇതുപോലെയൊക്കെയാണ് ചെയ്യേണ്ടുന്നത്. മെഷർ ചെയ്ത് മാത്രമേ ഇതുപോലെയൊക്കെയുള്ള സ്റ്റാൻഡിൻ്റെ ലെഗൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത്തരത്തിൽ മാത്രം മെഷർ ചെയ്ത് ആ പോയിൻ്റ് എടുത്തിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊരു റെഫറൻസ് വീഡിയോ ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഷീറ്റിൻ്റെ സ്ട്രെങ്ത്ത് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ ഷോട്ട് എടുത്തത്. നല്ല ബലമുള്ള ഒരു ഷീറ്റ് തന്നെയാണ്. അതുമാത്രമല്ല അതിന് ഒരു നാച്ചുറൽ ലുക്കും കൂടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഗ്രേ ഷെയ്ഡും കൂടെ വരുന്നതുകൊണ്ട് ഒരു നാച്ചുറൽ ഫിനിഷാണ് അതിനുള്ളത്. ഒത്തിരി ഗ്രൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ തറയിലൊക്കെ നട്ട് നല്ല രീതിക്ക് ചെടികളൊക്കെ നട്ട് ഗ്രാസൊക്കെ നട്ടൊക്കെ നല്ലൊരു പച്ചപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ടെറസ് പോലുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഇതുപോലുള്ള ആൾട്ടർനേറ്റീവ്സൊക്കെ ഉപയോഗിക്കാം. അതായത് ആർട്ടിഫിഷ്യൽ ഗ്രാസൊക്കെ വാങ്ങിച്ചിട്ടിട്ട് നമുക്കിതുപോലെ ടെറസിനെ നമുക്ക് നല്ല ഭംഗിയിൽ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. പക്ഷേ നിങ്ങൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. അതിൽ വരുന്ന അഴുക്കും ഇലകളും ഒക്കെ മാറ്റണം. അപ്പോഴപ്പോഴും അതിന് കേടുപാടുകൾ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യണം. അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം തന്നെയാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. നല്ല നീറ്റായിട്ട് തന്നെ കിടക്കും. നമ്മൾ ഡെയിലി ഉണങ്ങിയ ഇലകളൊക്കെ കളക്ട് ചെയ്ത് മാറ്റി ഒന്ന് നീറ്റാക്കി വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ടെറസ് ഗാർഡൻ നല്ല സുന്ദരമാക്കാനായിട്ട് ഇതൊരു പറ്റിയൊരു മാർഗമാണ്. പിന്നെ എല്ലാവർക്കും ഇത് സാധിച്ചെന്നിരിക്കില്ല എങ്കിലും ഏകദേശം പറ്റുന്നവർക്കൊക്കെ നമുക്ക് ചെയ്യാമല്ലോ. പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ മനോഹരമാക്കിയൊക്കെ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വേറെ പല രീതികൾ വെച്ചിട്ട് നമുക്ക് മനോഹരമാക്കി നമ്മുടെ ടെറസ് ഗാർഡൻ സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ടെറസ് ഗാർഡൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. ഇനി ചെറിയ മൈന്യൂട്ട് വർക്ക്സൊക്കെ ഉണ്ട് അതിൽ. അതായത് പാച്ച് വർക്ക്സ്, മോഡിഫിക്കേഷൻ വർക്ക്സ്, ഫിനിഷിംഗ് വർക്ക്സ് അതൊക്കെ ബാക്കിയുണ്ട്. അതൊക്കെ ഒറ്റയടിക്ക് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനി വരും ദിവസങ്ങളിൽ അതിൻ്റെ ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്ക്സൊക്കെ ചെയ്തു തീർക്കണം. പിന്നെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടെയൊക്കെ ചെയ്യാനുണ്ട്. കുറച്ചുകൂടി ക്ലീൻ ചെയ്യാനെല്ലാം ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ട്രെച്ചിലുള്ളതായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പലതും സ്ഥാനമില്ലാതെയൊക്കെ മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ ടെറസിലാണെങ്കിൽ ഒത്തിരി വലിയ പോട്ടുകളിലൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. മാവും അങ്ങനെ കുറേ
ക്യാനുകളിലൊക്കെ മാവൊക്കെ ഇരിപ്പുണ്ട്. അതും വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ജോലി ചെയ്തത്. അപ്പോൾ അത് ഒത്തിരി പ്രയാസമായിരുന്നു അത് ചെയ്യാനായിട്ട്. കാരണം അതിനെ മാറ്റി വയ്ക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര വെയിറ്റല്ലേ. അപ്പോൾ അതൊക്കെ മാറ്റുക എന്നുള്ളത് വളരെ ആലോചിച്ച് വളരെ ബുദ്ധി ഉപയോഗിച്ച് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ കൂടെയാണ് ചെയ്തത്. നമുക്ക് ഒന്നും കേടുപാടുകളൊന്നും വരാതെയും അധികം നമുക്ക് ക്ഷീണം ഉണ്ടാകാത്ത രീതിയിലും ഒക്കെയാണ് ഞങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ് ഓരോന്നായിട്ട് ചെയ്തത്. എന്നിട്ട് ഈ മാവിൻ്റെ അടിയിലൊക്കെയുള്ള ആ സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ട് അതിൽ ഈ ഷീറ്റ് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും പല ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ കുറേശ്ശെയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. ഇതൊരു സന്ധ്യ നേരത്തെടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഡാർക്കായിട്ട് കാണുന്നത്. അപ്പോൾ സന്ധ്യ നേരത്ത് ഗാർഡൻ്റെ ഒരു ഭംഗി കൂടി കാണാം എന്ന് കരുതിയിട്ടാണ് ആ ഒരു വീഡിയോയും കൂടെ ഞാനിതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാം ഏകദേശം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ, നല്ല രസമുണ്ട് കാണാൻ. എനിക്കങ്ങ് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇതുപോലെ മനോഹരമായൊരു ഗാർഡൻ ഉണ്ടാക്കണം, അത് സ്വന്തമാക്കണം എന്നൊക്കെ. ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്, ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്തായിരുന്നാലും ഒത്തിരി കാലം എടുത്തെങ്കിലും അതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റി. ഇനി അതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ട്, അത് ഡെയിലി മെയിൻ്റനൻസ് എന്തായാലും ഉണ്ട്. എങ്കിലും ഈ നൈറ്റ് വ്യൂ ഒക്കെ കൂടെ വന്നപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ തന്നെ ഗാർഡനാണോ, എൻ്റെ വൃന്ദാവനം ഗാർഡനാണോ എന്ന് ഞാൻ സംശയിച്ചു. എനിക്കിപ്പോഴും സംശയം തന്നെയാണ്, ഇതെൻ്റെ ഗാർഡൻ തന്നെയാണോ. എന്തായിരുന്നാലും അത് എനിക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടമുണ്ട്. കാരണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ വ്യൂവേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെന്താണ് കൂടുതലായിട്ട് പറയാനായിട്ട്, എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് കാണണം, ഇന്നത് അപ്ലോഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതെല്ലാം ചെയ്യാം. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.